മക്കളെ നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ എൻ സി ആർ ടി എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 3.6 ആണ്. +2 ഫിസിക്സ് എൻ സി ആർ ടി എക്സസൈസ് ക്വസ്റ്റ്യൻ സീരീസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ലെങ്തി ആയുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് കാണുന്നതിന് അറിയാം. കുറച്ച് നല്ല ക്വാളിറ്റിയും വരുന്നതായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം എന്താണ് ആ ക്വസ്റ്റ്യൻ എന്ന്, ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുക, ഇതാ കോൺസെപ്റ്റ് വരിക എന്നുള്ളത്. നിങ്ങൾ ഫുള്ളായിട്ട് കാണാം, നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. നിങ്ങൾക്ക് മാക്സിമം മാർക്കാണോ ഫുൾ മാർക്കാണോ കോമ്പറ്റീവ് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടോ മക്കളെ, എൻ സി ആർ ടി എക്സസൈസ് സൊല്യൂഷൻ ഈസ് ദ ബെസ്റ്റ് സൊല്യൂഷൻ. ഓക്കെ, ദെൻ എന്താണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? Heating element using nichrome connected to a 230 volt supply draws an initial current of 3.2 ആംപിയർ. ഇനീഷ്യൽ കറണ്ടാണ് 3.2 ആംപിയർ. ഇത് ഓർമ്മിച്ച് വെക്കണം, നമുക്കിത് നോട്ട് ചെയ്ത് ഗിവൺ ദാറ്റ് അടിക്കേണ്ടതാണ്. വിച്ച് സെറ്റിൽസ് ആഫ്റ്റർ എ ഫ്യൂ സെക്കൻഡ്സ് ടു എ സ്റ്റഡി വാല്യൂ ഓഫ് 2.8 ആംപിയർ ആയിട്ട് അത് സെറ്റ് ആവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ രണ്ടാമത് കറണ്ട് കിട്ടിയിട്ടുണ്ട്. I2 എന്ന് പറഞ്ഞാൽ 2.8 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. വാട്ട് ഈസ് ദ സ്റ്റഡി ടെമ്പറേച്ചർ ഓഫ് ദ ഹീറ്റിംഗ് എലമെൻറ്റ് ഇഫ് ദ റൂം ടെമ്പറേച്ചർ ഈസ് 27 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇനീഷ്യൽ ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. T1 ആണ് 27 എന്നും T2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു നല്ല വലിയ ടഫ് എന്നില്ല, എന്നാലും ക്വസ്റ്റ്യൻ ഒന്ന് ടഫാക്കാൻ നോക്കി. പക്ഷേ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. നമുക്ക് കുറേ കുട്ടികൾക്ക് വായിക്കുമ്പോൾ ആദ്യം ചിലപ്പോൾ ടഫ്നെസ് ഉണ്ടാവും. മക്കൾ നിങ്ങൾക്ക് ഫുള്ള് കണ്ടാൽ അത് ഈസി ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഒരു ഡാറ്റ തരുന്നുണ്ട്. എന്താണ് ആ ഡാറ്റ? ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് നിക്രോം ആവറേജ്ഡ് ഓവർ ദ ടെമ്പറേച്ചർ റേഞ്ച് ഇൻവോൾവ്ഡ് ഈസ് 1.7 × 10⁻⁴ ഡിഗ്രി സെൽഷ്യസ് റേസ് ടു -1 എന്ന് പറഞ്ഞാൽ സിംപ്ലി ആൽഫ. അത്ര വേറെ മോഡിഫിക്കേഷൻ വേണ്ട, ആൽഫ തന്നിട്ടുണ്ട്. അപ്പോൾ I1 തന്നിട്ടുണ്ടായിരുന്നു, I2 തന്നിട്ടുണ്ട്, പിന്നെ തന്നിട്ടുണ്ട് T1 തന്നിട്ടുണ്ട്, ആൽഫ തന്നിട്ടുണ്ട്, T2 ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് T2 കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ വെച്ചിട്ട് ചെറിയൊരു ഇൻഡയറക്റ്റ് ഉണ്ട്. ഓക്കെ, നമുക്ക് എന്താണ് ഇൻഡയറക്റ്റ് എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ എഴുതി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ തുടങ്ങി വെക്കാം മക്കളെ. I1 എത്രയാണ്? ഇതിന് മുമ്പ് വോൾട്ടേജ് എത്രയായിരുന്നു? 230 വോൾട്ടാണ് സപ്ലൈ വോൾട്ടേജ്. ദെൻ ആദ്യത്തെ കറണ്ട് എത്രയായിരുന്നു? I1 ആണ് ഇനീഷ്യൽ കറണ്ട്. അത് എത്രയാണ്? 3.2 ആംപിയർ ആണ് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ദെൻ I2 തന്നിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റഡി കറണ്ട് എന്ന് പറഞ്ഞിട്ട്. എത്രയാണ് സ്റ്റഡി കറണ്ട്? അത് നമ്മൾ സെക്കൻഡ് കറണ്ടാണ്, 2.8 ആംപിയർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ T1 തരുന്നുണ്ട്. T1ൻ്റെ വാല്യൂ റൂം ടെമ്പറേച്ചർ ആണെന്ന് പറയുന്നത് നമുക്കറിയണം, 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റഡി ടെമ്പറേച്ചർ ആയിട്ടുള്ള T2 ആണ് ക്വസ്റ്റ്യൻ. ആൽഫ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൽഫേൻ്റെ വാല്യൂ സംതിങ് ഉണ്ട്, ഞാൻ കൊടുക്കാം. ആൽഫേൻ്റെ വാല്യൂ പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ കൊടുക്കാം കേട്ടോ. ആൽഫ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്താണ്? T2 ഒരു ഇക്വേഷൻ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്, തൊട്ടുമ്പത്തെ വീഡിയോസിനെ നിർബന്ധമായിട്ട് കാണാം. T2 ഈ ഇക്വേഷൻ പഠിച്ചു നോക്കാം. T2 = T1 + ഇതൊന്നും ബോർഡ് എക്സാമിന് ഇതുവരെ അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല, ബട്ട് ചോദിക്കണം. അങ്ങനെയാണ് ക്വാളിറ്റി, നിങ്ങൾ ക്വാളിറ്റി മാറും കേട്ടോ. T2 = T1 + R2 - R1 ഡിവൈഡഡ് ബൈ ആൽഫ × R1 എന്നാണ് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. കുറച്ച് നല്ല ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ ഈ ലെവൽ പ്രോബ്ലംസ് ഒക്കെ വരാം. ഓക്കെ, T2 = T1 + R2 - R1 ഓൾ ഡിവൈഡഡ് ബൈ ആൽഫ × R1. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നൊരു കാര്യം, ഇവിടെ T1 ഉണ്ട്, നമുക്കറിയാം ക്വസ്റ്റ്യനിൽ T1 ഉണ്ട്. ഓക്കെ, ബട്ട് R2 ഇവിടെ? ക്വസ്റ്റ്യൻ നമുക്ക് R2 വന്നിട്ടില്ല. ക്വസ്റ്റ്യനിൽ വേർ ഈസ് R1? ഇക്വേഷൻ R1 ഉണ്ട്, വേർ ഈസ് R1? ഓക്കെ, ഡിനോമിനേറ്ററിൽ R1 ഉണ്ട്, ആൽഫ ഉണ്ട്. ഓക്കെ, സെറ്റ് സമ്മതിച്ചു. പക്ഷേ R1ഉം R2ഉം ഈ ക്വസ്റ്റ്യനിലില്ല. അതാണ് ആ ക്വസ്റ്റ്യൻ്റെ ഞാൻ പറഞ്ഞ ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആദ്യം ഇക്വേഷൻ കണ്ടല്ലോ, ഞാൻ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കണം മക്കളെ. അപ്പോൾ എനിക്ക് ആദ്യം R1ഉം R2 ഒന്ന് കണ്ടുപിടിക്കേണ്ടേ. R1ഉം R2ഉം കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ T2നെ കുറിച്ച് ചർച്ച തന്നെയുള്ളൂ. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, അതിനാണ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം മക്കളെ, R1നെ കുറിച്ച് ചോദിക്കാം. ഓക്കെ, വെയിറ്റ് തന്ന കാര്യങ്ങളൊന്നും എടുത്ത് എഴുതണടാ. എന്താണ് തന്നിട്ടുണ്ടായിരുന്നത്? 230 വോൾട്ട്, കറണ്ട് എത്രയാണ്? ഇനീഷ്യലി 3.2 ആംപിയർ, ന്യൂ കറണ്ട് 2.8 ആംപിയർ, T1 27 ഡിഗ്രി സെൽഷ്യസ്. ആദ്യം R1 കണ്ടുപിടിക്കാം. അതിനെയാണ് നിങ്ങൾ തന്നെ എഴുതി വെച്ച R1 V = IR ആണ്. R = V/I ആണ്. R1 = V/I1 ആണ്. വോൾട്ടേജ് മാറുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് V1 ആവാത്തത്. അപ്പോൾ R1 = V ഡിവൈഡഡ് ബൈ, ദാറ്റ് ഈസ് 230 ഡിവൈഡഡ് ബൈ 3.2 ആണ് വരിക. 230/3.2 ഞാനത് ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വാല്യൂ ആണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോ. 78.8 അങ്ങനത്തെ എന്തോ ഉണ്ടായിരുന്നു. ഓക്കെ, ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യണം മക്കളെ. ഞാൻ 71.8 അല്ലെങ്കിൽ 9 എടുത്താലും മതി. 71.9 ഓം ആണ്. സിമിലർലി അപ്പോൾ R1 71.9 ഓം ആണെന്ന് ഓർമ്മിക്കണം. ഞാൻ ജസ്റ്റ് ഇതൊന്ന് റബ്ബ് ചെയ്തിട്ട് അത് മാത്രം ഒന്ന് എടുത്ത് എഴുതാം, സ്പേസ് നമുക്കില്ല. ഓക്കെ, അപ്പോൾ R1 = എത്രയാണ്? R1 = 71.9 ഓം ആണ് നമ്മുടെ
R1ൻ്റെ വാല്യൂ. സിമിലർലി R2 കണ്ടുപിടിക്കണം. R2 കണ്ടുപിടിക്കാൻ വേണ്ടി I2 ഉണ്ട്. അപ്പോൾ R2 ഈക്വൽ എന്താ വരിക? R2 ഈക്വൽ ടു V ഡിവൈഡഡ് ബൈ ആരാണ് വരിക? I2. അപ്പോൾ R2 ഈക്വൽ ടു V മാറൂല, 230 ഡിവൈഡ് ബൈ I2 എത്രയാണ്? ന്യൂ കറണ്ട് എത്രയാണ്? സ്റ്റഡി കറണ്ടിൻ്റെ വാല്യൂ എത്രയാണ് മക്കളെ? 2.8. അപ്പോൾ 230 ബൈ 2.8 ആണ് ചെയ്യേണ്ടത്. അത് അറൗണ്ട് 82 പോയിൻറ്റ്, കാരണം കറണ്ടിൻ്റെ വാല്യൂ കുറഞ്ഞു. സോ ദാറ്റ് മീൻസ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടിയിട്ടുണ്ട്. 82.14ൻ്റെ അടുത്താണ് എനിക്ക്, ഞാൻ കാൽക്കുലേറ്റ് ജസ്റ്റ് അടിച്ച് നോക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്താൽ എനിക്കതാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ R2ൻ്റെ വാല്യൂ കൂടി ഇവിടെ നിന്ന് എഴുതി നോക്കാം. R2 ഈക്വൽ ടു 82 പോയിൻറ്റ്. നമുക്ക് R2ൻ്റെ വാല്യൂ എത്ര കിട്ടുന്ന മക്കളെ? 82.14 ഓം ആണ്. നമ്മൾ നേരത്തെ ഇക്വേഷൻ ഒന്ന് കൊടുത്ത് ഒന്ന് സെറ്റാക്കാവുന്നതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു R1ഉം R2 ആണ് അവർ തരാതെ രണ്ട് ഡിഫറെൻറ്റ് കറണ്ടുകൾ തന്ന്, ഇനീഷ്യൽ കറണ്ടും സ്റ്റഡി കറണ്ടൊക്കെ തന്നിട്ട് ഒന്ന് ടഫാക്കാൻ നോക്കിയാൽ വേറൊരു സീനും ഈ ക്വസ്റ്റ്യനിലില്ല. പക്ഷേ അത് മനസ്സിലാക്കിയെടുക്കാൻ കുറേ കുട്ടികൾക്ക് ബുദ്ധിമുട്ടും, അതാണ് പ്രശ്നം. പക്ഷേ ഇത് കണ്ട ഒരാൾക്ക് ഇനി ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല, ഈ മോഡൽ വന്നാൽ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിനി കൊടുത്തു കഴിഞ്ഞാലോ സെറ്റ് അല്ലേ? T2 ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? T1 പ്ലസ് R2 മൈനസ് R1. ഇത് പഠിച്ചു വെക്കണം. R2 മൈനസ് R1 ഓൾ ഡിവൈഡഡ് ബൈ, അതായത് T1 വേറെയാണ്, ഓൾ ഡിവൈഡ് ബൈ ഈ ടീമിന് മാത്രമാണ്, ആൽഫ ഇൻറ്റു R1 ചെയ്താൽ സംഭവം സെറ്റ്. ഓക്കെ, നമുക്കിനി വാല്യൂസ് കൊടുക്കാം. T2 ഈക്വൽ ടു T1ൻ്റെ വാല്യൂ എത്രയാണ്? 27 ഡിഗ്രി സെൽഷ്യസിലാണ് ഞാൻ ചെയ്യുന്നത്. കെൽവിനാക്കണം ആക്കാം, ഞാൻ കെൽവിനാകുമ്പോൾ അവസാനമാക്കാം. ഓക്കെ, സീനൊന്നുമില്ല. ഓക്കെ, ദെൻ R2 മൈനസ് R1, അത് നമുക്ക് താഴെ ഒരു സെറ്റായിട്ട് ചെയ്യാം. R2 മൈനസ് R1, R2 എത്രയാണ്? 82.14 മൈനസ് 71.9 എന്ന് വരും. 71.9 ഓൾ ഡിവൈഡ് ബൈ ആൽഫ. ആൽഫേൻ്റെ വാല്യൂ ക്വസ്റ്റിൽ തന്നിട്ടുണ്ടായിരുന്നു. ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് 1.7 ഇൻറ്റു 10⁻⁻⁴. 1.7 ഇൻറ്റു 10⁻⁻⁴ ഇൻറ്റു R1. R1ൻ്റെ വാല്യൂ എത്രയാണ്? 71.9. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ T2 ആയിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾ ചെയ്ത് നോക്കണം. എനിക്ക് ചെയ്ത സമയത്ത് കിട്ടിയിരുന്ന ഒരു ഏകദേശം വാല്യൂ ഞാൻ പറയുന്നത്, ചില റൗണ്ടിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫൈനലി കിട്ടിയ സമ്മപ്പൊക്കെ ചെയ്ത സമയത്ത് കിട്ടിയിട്ടുള്ള വാല്യൂ 867 ഡിഗ്രി സെൽഷ്യസ് ആണ് ആ സ്റ്റഡി ടെമ്പറേച്ചർ എന്നാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അറൗണ്ട് ആണ് കേട്ടോ, ഏകദേശം ഈ ഒരു വാല്യൂവിൻ്റെ അടുത്താണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കൂടുതലൊന്നും മെനക്കെടാൻ നിന്നിട്ടില്ല, നിങ്ങളും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോ. അപ്പോൾ ക്ലിയർ ആണല്ലോ, ഒന്ന് ക്ലിയർ ആകും, ജസ്റ്റ് ഒന്നും കൂടി കണ്ടു കഴിഞ്ഞാൽ മതി, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പോൾ എഗെയിൻ നമ്മൾ T2ൻ്റെ ആ ഒരു കോൺസെപ്റ്റാണ്, ഇക്വേഷൻ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. T2 ഈക്വൽ ടു T1 പ്ലസ് R2 മൈനസ് R1 ഡിവൈഡഡ് ബൈ ആൽഫ ഇൻറ്റു R1. ഈ ഇക്വേഷനിൽ T1 ഉണ്ടായിരുന്നു, R2ഉം R1ഉം ക്വസ്റ്റ്യനിൽ തരാതെ I1 I2 തന്നിട്ട് ചോദിച്ചു. ആ I1 I2 ഫ്രം I1 I2 ഞാൻ R1 R2 കൂടി കണ്ടുപിടിച്ച് ഇക്വേഷനിൽ കൊടുത്ത് എനിക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോട്ടെ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 3.6 NCERT എക്സസൈസ് ക്വസ്റ്റ്യൻ +2 ഫിസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആയി വിചാരിക്കുന്നത്. നെക്സ്റ്റ് സെഷൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനായിട്ട് വീണ്ടും കാണാം. നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കണം മക്കളെ. സോ അടുത്ത ക്വസ്റ്റ്യൻ 3.7 ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.